ഹലോ ഗുഡീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും ഇപ്പം നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എല്ലാവരും എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ച് നോക്കി പഠിക്കുന്നുണ്ടായിരിക്കും, എനിക്കറിയാം. പക്ഷെ അതില് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്രാക്ഷൻസിൽ നിന്നും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യം കണ്ടിട്ടുണ്ടായിരിക്കാം. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറയുവാണെങ്കിൽ ഫ്രാക്ഷൻസ് എന്നുള്ള ചാപ്റ്ററിന്റെ ആദ്യത്തെ പാർട്ടും അവസാനത്തെ പാർട്ടും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമായിരുന്നു അത്. കാണുമ്പോ സിമ്പിൾ ആയിട്ട് ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കുന്ന പോലെ ഒരു പദസൂര്യനൊക്കെ വരച്ചുകൊണ്ടുള്ള പ്രോബ്ലം ആണെങ്കിലും അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ആ ചാപ്റ്റർ മൊത്തത്തിലുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ആ ക്വസ്റ്റിന്റെ പ്രത്യേകത. അപ്പൊ ആ ഒരു ചോദ്യം നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ആ ചാപ്റ്റർ മൊത്തം പഠിച്ചു എന്നുള്ളതിന്റെ അർത്ഥമാണ്. സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ചോദ്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ എന്റെ കൂടെ ഇരുന്നിട്ട് ആ ചോദ്യം ചെയ്ത് നോക്കുക. അപ്പൊ ഇതുപോലെ ഓരോരോ പ്രോബ്ലം കിട്ടുമ്പോൾ എന്റെ മക്കൾ എന്ത് ചെയ്യുക, ചെയ്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും വേഗം കമന്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, അപ്പൊ സെറ്റ് ആണല്ലോ. ആദ്യം നമ്മളെ ആ ഒരു ചോദ്യത്തിലേക്ക് പോവാണ്. അതിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനും മലയാളം ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ മിസ് ഇത് അവിടെ ആദ്യം കാണിക്കുന്നുണ്ട്. ഒരു പദസൂര്യൻ മോഡൽ ആണ് അല്ലെ. അപ്പൊ നടുവിൽ ഒരാളെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഓപ്ഷൻസ് ആയിട്ട് 5 ഓപ്ഷൻസുകളാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. 1 2 3 4 5 അല്ലെ, 5 ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ 5 ഓപ്ഷൻസും നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്തിട്ട് അതിന്റെ ആൻസർ ആരാണ് വരുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ അതില് ആദ്യത്തെ കാര്യമായിട്ട് ഞാൻ ഇതാണ് ചൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മളോട് എന്താ ആദ്യം നടുവിൽ എന്താ പറഞ്ഞേ, ഒരു റിബണിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇല്ലേടാ. ഒരു റിബൺ ഉണ്ട്. ആ റിബണിന്റെ നീളം എത്രയാണ്? ലെങ്ത് ഓഫ് ദാറ്റ് റിബൺ ഈസ് 1/3 മീറ്റർ. അതിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് കേട്ടോ. 1/3 മീറ്റർ ആണ് ആ റിബണിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ അതിന്റെ എന്ത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 2 റിബൺ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാല് അതില് ഇത്തരം 2 റിബണുകളുടെ നീളം എത്രയായിരിക്കും? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്നാമത്തെ കാര്യം അല്ലെ, 1/3 നീളമുള്ള ഒരു റിബണിന്റെ 2 പീസുകൾ ഒരുമിച്ച് ചേർത്താല് എത്രയായിരിക്കും ലെങ്ത് ഉണ്ടായിരിക്കുക? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്ര വരും? 2/3 മീറ്റർ എന്ന് വരുന്നുണ്ടാവും അല്ലെ. 2/3 മീറ്റർ ആണ് ഇവിടെയുള്ള ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 2/3 മീറ്റർ ആണ്. അതെന്ത് ചെയ്യരുത്, മാറിപ്പോവരുത്. ഫസ്റ്റ് ആൻസർ വളരെ സിമ്പിൾ ആയിരുന്നു. സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങള് ഇത്തരം 4 റിബണുകൾ ചേർത്താലുള്ള ആകെ നീളം എത്ര മീറ്റർ ആയിരിക്കും? 2 എണ്ണം ചേർക്കണേ നമ്മൾ എന്ത് ചെയ്തു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇല്ലേ. അതുപോലെ നമ്മള് 4 പീസുകളാണെങ്കിൽ 4 പീസസ് ആണെങ്കിൽ എന്ത് വരും? അപ്പൊ എന്ത് ചെയ്യണം, 1/3 × 4 ചെയ്യണം. എന്ന് പറഞ്ഞാല് 4/3 മീറ്റർ ആയിരിക്കും. അതും സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യമായിരുന്നു. നെക്സ്റ്റ് കാര്യം ആ പദസൂര്യനില് 5 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പൊ 2 എണ്ണം നമുക്ക് സിമ്പിൾ ആയതുകൊണ്ട് വേഗം ആൻസർ കിട്ടി. ഇനി അടുത്ത ആളെ നോക്കിക്കേ നിങ്ങൾ. ആരാണ് അടുത്ത ആള്? ഇത്തരം എത്ര റിബണുകൾ ചേർന്നാൽ 1 മീറ്റർ ആകും എന്നാണ് ചോദ്യം. അപ്പൊ എന്റെ മക്കൾക്ക് 1/3യുടെ എത്ര എണ്ണം കൂട്ടി വെച്ചാലാണ് 1 കിട്ടുക എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം, 1/3 അല്ലെ, 1/3യുടെ എത്ര എണ്ണം കൂട്ടി വെക്കണം എന്നാ ചോദിച്ചേ. അപ്പൊ 1/3 നിങ്ങളൊന്ന് 3 തവണ കൂട്ടി നോക്കിക്കേ. 1/3 + 1/3 + 1/3 ആഡ് ചെയ്താൽ എന്താ വരിക? ആഡ് ചെയ്താല് 3/3 എന്ന് വരും അല്ലെ. 3/3 എന്ന് പറഞ്ഞാല് 3ൽ 3 എത്ര തവണ പോകും? 1 തവണയെ പോകുള്ളൂ. 3/3 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ. നമ്മളോട് എന്താ ചോദിച്ചത്? നമ്മളോട് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാല് എത്ര 1/3 എത്ര എണ്ണം ആഡ് ചെയ്താല് 1 കിട്ടും എന്നാണ് ചോദിച്ചത് ഇല്ലേ. 1 കിട്ടണമെങ്കിൽ 1/3 എത്ര ടൈംസ് ആഡ് ചെയ്യണം? എത്ര ടൈംസ് ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്? 3 തവണ. അപ്പൊ 1/3യുടെ 3 തവണ ആഡ് ചെയ്താലാണ് എന്ത് വരിക? 1 ആൻസർ വരിക. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? 3 ആണ്. ഓക്കെ, അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് അടുത്ത 2 ആൾക്കാർ അല്ലെ. അത് ചോദ്യം നോക്കിക്കേ എന്റെ മക്കള്. ഇത്തരത്തിൽ ഏതാനും റിബണുകൾ ചേർത്ത് വെച്ചപ്പോൾ 2/3 മീറ്റർ ലഭിച്ചു എങ്കിൽ എത്ര റിബണുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നാണ് ചോദ്യം. 2/3 മീറ്റർ ആവണമെങ്കിൽ 1/3യുടെ എത്ര എണ്ണം എങ്ങനെ കൂട്ടി പോവേണ്ടി വരും? അത് നമ്മൾ പഠിച്ചൊരു ഭാഗം ഉണ്ടായിരുന്നു ആ ചാപ്റ്ററിൽ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? മൾട്ടിപ്ലിക്കേഷൻ ആണോ? അല്ല, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡിവിഷൻ ആണ് അല്ലെ. 2/3നെ നമ്മൾ 1/3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എത്രയാണോ അതാണ് ഇവിടുത്തെ ആൻസർ.
ഇല്ലേടാ? അപ്പൊ ഇതാ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് എവിടെയാണ് നിങ്ങൾക്ക് ആൻസർ ഏത് രീതിയിലാണ് വരേണ്ടത് എന്നൊക്കെ മക്കൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം മനസ്സിൽ. അപ്പം 2/3 1/3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുമോ അതാണ് ഇവിടുത്തെ ആൻസർ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് കിട്ടിയ കാര്യം ഇവിടെ ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഇല്ലേടാ? ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇത് സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ച കാര്യമാണ്, മിക്സ്ഡ് ഫ്രാക്ഷനെ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കാൻ വേഗം കഴിയും. എന്ത് ചെയ്താൽ മതി, ഈ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ, ദെൻ 2 ആഡ് ചെയ്താൽ നമുക്ക് ന്യൂമറേറ്റർ കിട്ടും അല്ലെ? അപ്പൊ എന്ത് വരും, ഇത് 6 + 2 എന്ന് പറഞ്ഞാൽ 8/3 എന്ന് വരും. 8/3 ഡിവൈഡഡ് ബൈ 1/3. 8/3നെ 1/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്താൽ എന്ന് പറഞ്ഞാല് എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിന്റെ റെസിപ്രോക്കൽ അല്ലെ, അതിനെ തല തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടുവേടാ നമുക്ക്, ഇവിടെ സിമ്പിൾ ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം, 8/3 ഇൻറ്റു 3/1 അല്ലെ? നമ്മൾ ഇതിനെ എന്താക്കി, തല തിരിച്ചിട്ടു എന്നിട്ട് ഗുണിച്ചു. അപ്പൊ മുകളിലും താഴെയും 3 ഉണ്ട്, ക്യാൻസൽ ആയി പോയി. ബാക്കി എന്താ വരിക, 8/1. 8/1 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ, 8 ആണ് ആൻസർ. സോ എന്ത് വേണം, 1/3ന്റെ 8 പീസുകൾ ചേർത്ത് വെച്ചാലാണ് 2/3 എന്നുള്ളതായിട്ട് മാറുന്നത്. ഓക്കെ, അതാണ് നമ്മളോട് ഇവിടെ ചോദിച്ചത് കേട്ടോ. അപ്പൊ 1/3യുടെ 8 പീസുകൾ ഒരുമിച്ച് ചേർത്താലേ 2/3 മീറ്റർ ആകുള്ളൂ. അപ്പൊ നമ്മള് 4 എണ്ണം കഴിഞ്ഞു. ഇനി 5ാമത്തെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷനിലേക്ക് പഠിച്ചൊരു കാര്യമാണ്. സോ അതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ചാപ്റ്റർ മൊത്തം വരുന്ന ഒരു ചോദ്യമാണിത്. വമ്പൻ ചോദ്യം എന്ന് തന്നെ പറയാം. നോക്കിക്കേ, നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ, 3 മീറ്ററിന്റെ എത്ര ഭാഗമാണ് ഈ റിബണിന്റെ നീളം എന്ന. 3 മീറ്ററിന്റെ എത്ര ഭാഗമാണ് 1/3. ഈ റിബണിന്റെ നീളം എന്ന് പറഞ്ഞാൽ 1/3 മീറ്റർ. 3ന്റെ എത്ര ഭാഗമാണ് 1/3 എന്നുള്ളതാ ചോദിച്ചേ. എടാ നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ ഇട്ടിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 1/3യുടെ എത്ര മടങ്ങാണ് 3, എത്ര ടൈംസ് ആണ് 3. അതുപോലെ തിരിച്ചു പറഞ്ഞിട്ടില്ലായിരുന്നോ, 3യുടെ എത്ര ഭാഗമാണ് അല്ലെങ്കിൽ എത്ര പാർട്ടാണ് 1/3. ഇതൊക്കെ നമ്മൾ ഏറെ ഇട്ടിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെയ്യാം. അപ്പൊ എന്റെ മക്കൾ നോക്കിക്കേ, 1/3യുടെ അല്ലെ 1/3യുടെ എത്ര ടൈംസ് ആണ് 3 എന്ന് കണ്ടുപിടിക്കാം നമുക്ക് ആദ്യം കേട്ടോ. 1/3യുടെ എത്ര ടൈംസ് ആണ് അല്ലെങ്കിൽ എത്ര മടങ്ങാണ്, എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 3 കിട്ടുക എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ളതിനെ നമുക്ക് എന്താക്കിയാൽ മതി, തല തിരിച്ചിട്ട് കൊടുത്താൽ നേരെ റിവേഴ്സ് ആയിട്ടുള്ള കാര്യം കിട്ടും അല്ലെ. എത്ര മടങ്ങാണ് എന്നുള്ളത് നമുക്ക് കിട്ടും. നമുക്ക് അതാ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാ, ഈ റിവേഴ്സ് ആയിട്ട് പോകുന്നതിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 3ന്റെ എത്ര ഭാഗമാണ് അല്ലെങ്കിൽ എത്ര പാർട്ടാണ് 1/3, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ നോക്കുവാണ്, 1/3നെ എത്ര കൊണ്ടെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 3 കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേണ്ട മക്കള്. എടാ 1/3നെ ഞാനൊന്ന് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു നോക്കി. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്താ വരുക, 9/3. 9ല് 3 എത്ര ടൈംസ് പോകും? യെസ്, 3 ടൈംസ് പോകും ഇല്ലേ? നമുക്ക് 3 കിട്ടിയില്ലേ? അപ്പൊ 1/3നെ ഞാൻ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എനിക്ക് 3 കിട്ടുക എന്ന് പറഞ്ഞാൽ 1/3യുടെ 3 ടൈംസ് ആണ് 9 ടൈംസ് ആണ് 3 എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, ഈ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. 1/3ന്റെ 9 ടൈംസ് ആണ് 3 ഇല്ലേടാ? 1/3നെ 9 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് എനിക്ക് ആരെ കിട്ടിയത്, 3 കിട്ടിയത്. അപ്പൊ 1/3യുടെ 9 ടൈംസ് ആണ് 3. നമ്മളോട് ചോദിച്ചത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാല് 3യുടെ എത്ര ഭാഗമാണ് 1/3 എന്നാ ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഈ 9നെ തല തിരിച്ചിട്ടാൽ എന്താകൂടാ, തിരിച്ചു പോകുന്നത് കിട്ടും ഇല്ലേ? തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ എത്ര ഭാഗമാണ് എന്നുള്ളത് കിട്ടുമായിരുന്നു. അപ്പൊ എന്ത് ചെയ്താൽ മതി എന്റെ കുട്ടികളെ, 9നെ തല തിരിച്ചിട്ട് അല്ലെങ്കിൽ 9ന്റെ റെസിപ്രോക്കൽ എടുക്കുകയെന്ന് പറഞ്ഞാല് 1/9 ആണ് അല്ലെ. അപ്പൊ 3യുടെ 1/9 പാർട്ടാണ് എന്ത്, ഈ 1/3 എന്ന് പറയുന്നത്. സോ നമ്മളെ ആൻസർ എന്തായിരിക്കും, 1/9 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ അത് നല്ലപോലെ ശ്രദ്ധിക്കണം. ആ ഒരു കാര്യങ്ങൾ, ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു വമ്പൻ ചോദ്യം തന്നെയാണ്. ഈ 5 കാര്യങ്ങളും ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്റർ മൊത്തം പഠിച്ചു എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. സോ ഇതുപോലെയുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യുന്നവരും കാണുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നേരെ വന്നിട്ട് പറയാം. മക്കളെ,
എന്താണല്ലേ ടീച്ചർ ഇതാ ഈ ഒരു ഭാഗം എനിക്ക് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിലേ മിസ്സേ അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ നിങ്ങളെ ലൈവിലും കാര്യത്തിലൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, നല്ലപോലെ എക്സാം എഴുതുക. എന്റെ മക്കൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് തന്നെ മേടിക്കാൻ പറ്റും. അപ്പൊ മിസ് കൂടെ തന്നെ ഉണ്ടായിരിക്കും, സൈലം കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ മക്കള് മറക്കരുത്, നമ്മളുടെ മെഗാ മാരത്തോൺ ഉണ്ടായിരിക്കും അല്ലെ, നമ്മുടെ മെഗാ മാരത്തോണ് 7:30 തന്നെ ഉണ്ട്. അപ്പൊ എന്റെ മക്കൾ അതും മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ മെഗാ മാരത്തോണിൽ ഉണ്ടായിരിക്കും, അതുപോലെ നാളത്തെ മോർണിംഗ് ബൂസ്റ്ററിലും ഉണ്ടായിരിക്കും. സോ മക്കളെ എല്ലാവരും നല്ലപോലെ പഠിച്ചിട്ട് നിങ്ങളുടെ ഓണ പരീക്ഷ കളറായിട്ട് എഴുതണം. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.